പ്രിയമുള്ള സച്ചിന്ത പ്രവർത്തകരെ, സ്നേഹിതരെ, 1990 ജൂലൈ 8 ആ സായാഹ്നം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. 35 വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് 36ാം ജന്മവാർഷിക ദിനം. ഈ കാലയളവ് കൊണ്ട് കേരളക്കര മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നമ്മൾ മാറിക്കഴിഞ്ഞു. അതിന് പിന്നിൽ നമ്മുടെ ഓരോ പ്രവർത്തകൻ്റെയും കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ട്. കലയിലൂടെ സന്മാർഗബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച സച്ചിന്ത അതിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ആ കാഴ്ചപ്പാടനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സച്ചിന്തയിലെത്തി ആത്മാർത്ഥതയോടെ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആരും തന്നെ വഴിതെറ്റിപ്പോയിട്ടില്ല. ഇപ്പോഴുള്ള പുതുതലമുറയ്ക്കും ആ ലക്ഷ്യബോധം നൽകാനാണ് ഞങ്ങളുടെ പരിശ്രമം. സച്ചിന്തയിലെത്തി റേഡിയോ ക്ലബ്ബിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് മാത്രമോ, അല്ലെങ്കിൽ നമ്മുടെ കലാവിദ്യാലയത്തിൽ ഏതെങ്കിലും കല പഠിക്കാൻ അഡ്മിഷൻ നേടിയതുകൊണ്ടോ മാത്രം ഒരു കാര്യവുമില്ല. താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടെ ഒപ്പം നിൽക്കണം. ഇവിടെ നിന്നും പരമാവധി അറിവ് നേടാനുള്ള പരിശ്രമം ഉണ്ടാവണം. ആ പരിശ്രമവും താല്പര്യവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയപാതയിൽ ആണെന്ന് ഞങ്ങൾ ഉറപ്പു തരാം. ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടായ വർഷമായിരുന്നു. നമ്മുടെ കലാവിദ്യാലയത്തിൽ ചിത്രകല പഠിച്ച ആവണി എന്ന കുട്ടി തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിൽ ഉന്നത റാങ്ക് നേടി അഡ്മിഷൻ കരസ്ഥമാക്കി. മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ പെരുമാറ്റ രൂപീകരണം കൂടി ലക്ഷ്യം വയ്ക്കുന്ന ഒരു പഠന രീതിയാണ് നമ്മളിവിടെ അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം കൂടുതൽ കുട്ടികൾ ഇവിടെ അഡ്മിഷൻ നേടുകയുണ്ടായി. ഇക്കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ പ്രസംഗ പരിശീലന കളരിയും വസന്തോത്സവ ക്യാമ്പും വ്യക്തിത്വ വികസന പരിപാടികളും മയക്കുമരുന്നിനെതിരെ നമ്മൾ നടത്തിയ കരുതൽ എന്ന ബോധവൽക്കരണ പരിപാടിയും, ഈ പരിപാടികളെല്ലാം തന്നെ അനേകം കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടു. ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകിയ നമ്മുടെ പ്രസിഡന്റ് അലിസ്റ്റർ ജോസ് വിൽസൺ, സെക്രട്ടറി വൈശാഖ് പി സുധാകർ, ട്രഷറർ ലിബിൻ റോബിൻസൺ എന്നിവരെയും മറ്റ് എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ചും പുറത്തുനിന്നും പിരിവുകൾ ഒന്നും ഇല്ലാതെ അംഗങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ പരിപാടികളുടെ എല്ലാം ചിലവുകൾ വഹിക്കുക. എന്നാൽ ഇക്കഴിഞ്ഞ മാസം ഒരു സംഭവമുണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞ ഒരു സ്നേഹിതൻ സച്ചിന്തയിലെത്തി. എറണാകുളം സെൻറ്റ് ആൽബർട്ട് കോളേജിലെ പ്രൊഫസർ ജോസ് പ്രകാശ് ഇവിടെ വരികയും സച്ചിന്തയിലെ പ്രവർത്തനങ്ങളൊക്കെ കാണുകയും മനസ്സിലാക്കുകയും നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് ബുക്കുകൾ വയ്ക്കുന്ന സ്റ്റാൻഡ് വാങ്ങുന്നതിനായിട്ട് 5000 രൂപ സംഭാവന ചെയ്യുകയും ചെയ്തു. നമ്മൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ ഇവിടെ എത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി എത്തിച്ചെയ്യുമ്പോൾ ഏറെ സന്തോഷവും അതേക്കാളേറെ അഭിമാനവുമാണ് ഉണ്ടായത്. കാരണം അത്രമാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ ജോസ് പ്രകാശിനെ ഇത്തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, എല്ലാ കാലവും ഇപ്പോഴുള്ള ഈ ഐക്യവും സഹകരണവും എന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ സച്ചിന്ത പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സ്വദേശത്തും വിദേശത്തും പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ അംഗങ്ങളെയും ഹൃദയപൂർവ്വം ഈ ജന്മദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം സച്ചിന്തയെ സ്നേഹിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കലയോടും മാനവസ്നേഹത്തോടും താല്പര്യമുള്ള ഏവരെയും സച്ചിന്തയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഒരു പുതിയ നല്ല വർഷം ആശംസിക്കുന്നു. വിനയപൂർവ്വം കല്ലട.